ഇമാം മഹ്ദിയുടെ കാലമാകുമ്പോൾ തസവ്വുഫിന്റെ അഹ്ല് മികച്ചു നിൽക്കുന്ന കാലം, ഇന്തിശാർ തസവ്വുഫ് സംഭവിക്കും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? മശായിഖിന്റെ വഴിയിലേക്ക് വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന വസ്തുക്കളെ കണ്ട് അതിനങ്ങനെ അരിഞ്ഞു മാറ്റി റെഡിയാക്കി കൊടുക്കണം വഴി. അപ്പോഴേ ആളുകൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മളൊരു നെല്ല് പാടത്ത് അത് അങ്ങനെ വളർന്നു വരുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന പുല്ലുകളും പല സാധനങ്ങളും മുള്ളുകളൊക്കെ വരും. അങ്ങനെ പറിച്ച് ഒഴിവാക്കി, പേരോളം അങ്ങോട്ട് ഒഴിവാക്കി, മറ്റേ അങ്ങോട്ട് ഒഴിവാക്കി കൊടുത്താലേ ഇതിന് വളരാൻ കഴിയും. എന്നതുപോലെ നമ്മൾ ഈ മശായിഖിന്റെ വഴി വഹാബി വന്നു, നമ്മൾ അതിനെതിരിൽ പറഞ്ഞു, ശക്തമായി പറഞ്ഞു. പറയാൻ തബ്ലീഗ് ജമാഅത്ത് വന്നപ്പോൾ അതും പറഞ്ഞു. പറയാൻ എവിടെയെങ്കിലും ഒരു സുഖം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അനുഭവിക്കും ചെയ്യും, ഒരു വ്യാപിച്ചു പോകും, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ രാഷ്ട്രത്തിനും സമൂഹത്തിനൊക്കെ അത് പ്രശ്നമായിട്ട് വരും. ഇതുപോലെ AP സമസ്ത പേരിനെന്താ സാർ, വലിയ കേഡർ സെറ്റപ്പ് എന്നാ പറയുന്നത്. വലിയ തലയിക്കെട്ട് കെട്ടിയ ആളുകൾ കരഞ്ഞ് വഴുതു പറയാണ്, ആളുകളിൽ നിന്ന് തഖ്വയുടെ വഴുതു പറഞ്ഞിട്ട് പൈസ വാങ്ങാണ്. ഇങ്ങനെയുള്ള വലിയ സംഭവം കാണിക്കുന്നു. എന്നാലോ അതൊരു ബലൂൺ, ചെറിയൊരു സൂചി കൂട്ടി കൊടുത്താൽ അതിന്റെ കാറ്റിങ് പോയി പോകും. അതിന് ഉള്ളിൽ മുഴുവൻ ഹവയാണ്. ഇബ്നു തൈമിയയുടെ പ്രചാരകരായ AP സമസ്ത സുന്നികൾ ജാഗ്രത എന്ന ടൈറ്റില് ഡിസംബർ 21 ഞായറാഴ്ച കൊടുവള്ളിയിൽ നടത്തിയ പരിപാടിയാണിത്. ഇവന്റെ ഏറ്റവും പുതിയ പരിപാടി. അതിലിവൻ പറയാണ്, ഇമാം മഹദിയുടെ കാലമാവുമ്പോഴേക്ക് തസവ്വുഫിന്റെ അഹ്ല് മികച്ചു നിൽക്കും. അപ്പോ മശായിഖിന്റെ വഴിയിലേക്ക് വരുന്നവർക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ആളുകളെ വെട്ടിമാറ്റണം. അതാണ് ഇപ്പൊ ഈ നൗഷാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പൊ പറയുന്നത്. AP സമസ്തക്കെതിരൊക്കെ രംഗത്ത് വരാനുള്ള കാരണമായിട്ട് ഇപ്പൊ പറയുന്നത്. എനിക്ക് വളരെ നല്ല നിലയിൽ ചോദിക്കണം, പ്രിയപ്പെട്ട നൗഷാദെ, ബഹുമാനത്തോടു കൂടി തന്നെയാണ് എന്നോട് ഇത് ചോദിക്കുന്നത്. നീ അത്തരത്തിലുള്ള ഒരു നല്ല വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് നിന്റെ പ്രസംഗത്തിലൊന്നും അത് കാണുന്നില്ല? ഇപ്പോ യഥാർത്ഥ ഒരു സത്യത്തിലാണ് ഇനി ഉള്ളതെങ്കിൽ ആ സത്യത്തിലെത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ പറയുന്നുണ്ട് ഇതാണ് യഥാർത്ഥ അഹ്ലിലുള്ള ആള്, മശായിഖിന്റെ റൂട്ടിലുള്ള ആള്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, എടോ ഒരു നല്ല നിലക്ക് അനക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നൂടെ? ആരെങ്കിലും ഉപദേശിച്ചാല് അവനെ പൊങ്കാലയാണ് ചെയ്യുന്നത് അല്ലെ? ഇവിടെ കക്കാട് മുഹമ്മദ് ഫൈസി ഇവർക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞു. കക്കാട് ഫൈസി ഒരിക്കലും AP വിഭാഗത്തിന്റെ ആളല്ലപ്പോ. മുമ്പ് അതിലായിരുന്നു. മൂപ്പര് തെരീക്കത്തുകൾക്ക് വന്നു, മൂപ്പര് അതിൽ നിന്ന് മാറ്റി നിർത്തി. നമുക്കൊക്കെ അറിയും. ഇവനും മറ്റൊരു കള്ളത്തെരീക്കത്തിൽ ഇവനും ഔട്ടായി. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയതാണ് അല്ലെ? അപ്പോ എന്താണ് കക്കാട് ഫൈസി ഇവനെ ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇവനോട് തന്നെ പറഞ്ഞത്? ഇത്തരത്തിൽ അനാവശ്യം പറയല്, തെറി വിളിക്കല്, പരിഹസിക്കല് ഇതൊന്നും ഒരു മശായിഖിന്റെ വഴിയല്ല എന്ന് പറഞ്ഞപ്പോ അതേ വേദിയിൽ വെച്ചാണ് ഇപ്പം മറുപടി കൊടുക്കുന്നത്. നോക്കൂ നിങ്ങള്. അതുപോലെ ഇവൻ ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചാല് അടുത്ത പ്രസംഗത്തില് അയാൾക്കെതിരെ എന്താണ് സത്യമെങ്കിൽ അത് ആ സത്യം മട്ടം പോലെ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പം പറഞ്ഞു കൊടുക്കില്ല. ഇപ്പൊ ഈ പ്രസംഗത്തിൽ തന്നെ ഇപ്പം പറയുന്നത് എന്താണ്? വഹാബികൾക്കെതിരെ, തബ്ലീഗ് ജമാഅത്തിനെതിരൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇവ നല്ലോണം പറഞ്ഞിട്ടുണ്ട് വഹാബികൾക്കെതിരെ. എന്നറിയാള് AP ഉസ്താദിന്റെ ഒപ്പം നിൽക്കണമെന്ന്. ഇന്ന് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത്തരം വീഡിയോകൾ കാണാൻ പറ്റും. ഇന്ന് എന്താണോ പേരോട് ഉസ്താദ് പറയുന്നത്, ആ AP ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഉസ്താദുമാർ പറയുന്നത് അതേ വാദങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തനതായ ആശയങ്ങൾ മുറുകെ പിടിച്ച് ഇവൻ നടത്തുന്ന സംവാദങ്ങൾ നമുക്ക് നിരവധി കാണാൻ പറ്റും. ഇവന് അതൊക്കെ എന്ത് ചെയ്തിരിക്കണ്? ജാഹിലിയ കാലത്താണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും യൂട്യൂബിൽ നമുക്ക് ഇവൻ പറഞ്ഞതായാലും അതിൽ നിന്ന് കേട്ട് ചില സത്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാണ്ട്. അപ്പൊ പരമാവധി യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അതൊക്കെ ഒന്ന് കാണുക. അപ്പൊ ഇവനാണ് സത്യത്തിൽ പിഴച്ചവന്. അങ്ങനെ ഇവന് AP വിഭാഗത്തിൽ നിന്ന് വിട്ടു. അങ്ങനെ EK വിഭാഗത്തിന്റെ മുഷാവറ ഇവനക്ക് സ്വീകരണം നൽകി. അങ്ങനെ അവരും അവനെ എന്ത് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടില്ല തോന്നുന്നു. പിന്നെ അവൻ തിരിച്ചു പോകുന്നു. അങ്ങനെ എന്തൊക്കെ ഉണ്ടായി. അങ്ങനെ എന്ത് ചെയ്ത് വേറെ ഈ കുരുവട്ടൂരി ആയല്ലോ. ഈ സമയത്ത് ഇവനും അബ്ദുസമദും ഒക്കെ പാടെ കൂടിയിട്ട് മംഗലാപുരത്തൊരു സംവാദത്തിന് പോയി. ഈ സംവാദത്തിന് കൊണ്ടായത് EK വിഭാഗത്തിന്റെ ആൾക്കാരാണ്. കാരണം അവർക്ക് പിന്നെ അങ്ങനെ ആദ്യം സംവാദത്തിന് നടക്കാനൊന്നും കൂടുതൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉഷാറായിട്ടുണ്ട്. ഇപ്പൊ അവന്മാര് ക്യാമന്മാരാ. അപ്പോ അവിടെ സുന്നിയൊക്കെ പറിച്ചു. ഇപ്പൊ അതിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ നൗഷാദിനെ കൊണ്ടായി. നൗഷാദ് കുറെ വഹാബികൾക്കെതിരെ പറഞ്ഞാണല്ലോ നമ്മളൊപ്പം ഉള്ളപ്പോ. അപ്പൊ പിന്നെ സംവാദത്തിന് കൊണ്ടായി. അപ്പൊ രസമുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അന്ന് കാണിന്റെ 2-3 ഭാഗമായിട്ട് ഞാൻ കാണിക്കത്. വിഷയം അല്ലെങ്കിൽ തൗഹീദ് ശിർക്കുമായുള്ള ബന്ധം, സുന്നത്ത് ജമാഅത്തുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് മറുപടി പറഞ്ഞാൽ മതി. അത് തയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. പക്ഷേ അവിടെ ഒന്ന് അറിയേണ്ട ഒരു കാര്യം, നൗഷാദ് ഹസനി ഉസ്താദ് SKSF ഭാഗത്ത് വന്നതാണോ SSF-ൻ്റെതാണോ അത്രയും അറിഞ്ഞാൽ അത് മുമ്പോട്ട് കൊണ്ടുപോവാം. അവർ പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കത്ത് ഈ ഇംഗ്ലീഷിൽ എഴുതിയ എഴുത്ത് അതല്ലേ ഇവിടെ SKSF ഈ കത്തിക്കാൻ തന്നാണ്. അദ്ദേഹം ചോദിച്ച
നൗഷാദിനെ അബ്ദുസമീൻ കൊണ്ടതാണ് സംഭവത്തിന്. അപ്പൊ ഇവര് പറയാണ് ഇവരാരാണ്, ഇവര് സുന്നികളാണോ, ഇവര് AP സുന്നിയാണോ EK സുന്നിയാണോ എന്ന് അവർ ചോദിക്കുന്നത്. ഇവര് ഞങ്ങൾ അറിയുന്ന 2 സുന്നികള് മാത്രമേ ഇന്ന് കേരളത്തിലും കർണാടകത്തിലും ഒക്കെ കാര്യമായിട്ടുള്ളൂ. ഇതിൽപ്പെട്ട ആരാണ്, ഇവര് SSFന്റെ ഭാഗത്തു നിന്ന് വന്നാണോ SKSFന്റെ ഭാഗത്തു നിന്ന് വന്നാണോ ഇവർ ചോദിക്കണം. അതിലെന്ത് ചെയ്ത് അബ്ദുസമദ് ഇങ്ങോട്ട് പ്രഷർ പിടിക്കേ എന്ത് ചെയ്ത് ഇവൻ സംസാരിക്കുക. അതിൽ അവനോട് പറഞ്ഞു മുണ്ടാണ്ടിരിക്കുക, എന്നോട് സംസാരമില്ല മുണ്ടാണ്ടിരിക്കുക. എന്നിട്ട് ഇതൊന്നല്ല, ഇനിയിപ്പോ അവര് വ്യക്തമായിട്ട് തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി ഒന്ന് EK സുന്നി എന്ന് AP സുന്നി, ഇത് 2 സുന്നികളും അംഗീകരിച്ച വ്യക്തിനെയാണോ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾക്ക് പരിചയമുള്ള കർണാടകയിലെയും കേരളത്തിലെയും ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി എന്ന് പറയുന്നത് EK സമസ്തയും AP സമസ്തയുമാണ്. EK സമസ്തയുടെയും AP സമസ്തയുടെയും ആളാണോ ഇദ്ദേഹം? നിങ്ങൾ പറഞ്ഞോളി, നമ്മൾ ആളാന്ന് പറഞ്ഞോളി. നിങ്ങൾ നേതൃത്വം കൂടി ഒന്ന് അംഗീകരിച്ചോട്ടെ. അതല്ല APക്കാർ പറയാണ് ഞങ്ങൾ ആളാന്ന് പറഞ്ഞോട്ടെ. അവരോട് നമുക്ക് സംവാദം EK സമസ്തക്കാരുമായി സംവാദം നടത്തുമ്പോൾ കാക്കക്കൂട്ടിൽ വന്ന് മുട്ടയിട്ട് വിരിയിക്കാൻ സമ്മതിക്കുക. അത് കാക്കയായും കുയിലായും വന്നാൽ ഞങ്ങൾ അംഗീകരിക്കും. അതല്ലാതെ കുയിലിന്റെ പരിപാടി ആണത്തോടു കൂടി പറയണം ഞാൻ ഇന്ന വിഭാഗത്തിന്റെ ആളാണ്, അതിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു വ്യക്തിയെ കൊണ്ടുവരൂ. ഈ മംഗലാപുരത്തുള്ള ഈ സമസ്തക്കാരോട് ചോദിക്കട്ടെ, ഇവിടെ എത്ര തോക്കടക്കമുള്ള എത്ര പ്രഗത്ഭരായ AP വിഭാഗത്തിന്റെ പണ്ഡിതന്മാരുണ്ട്, EKയുടെ പണ്ഡിതന്മാരുണ്ട്. ഇത് രണ്ടിലും പെടാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് അതിനെ അംഗീകരിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾ സാധിക്കില്ല. കേട്ടില്ലേ? അപ്പൊ എന്താണ് പറഞ്ഞത്? ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടാണ് ഇവർ രണ്ടാള്? ഒന്നല്ലെങ്കിൽ AP വിഭാഗം അവർ അംഗീകരിക്കണം, അല്ലെ EK വിഭാഗം അവർ അംഗീകരിക്കണം. ഇത് രണ്ടിനും പെടാത്ത ആളുകളോട് ഞങ്ങൾ സംവാദത്തിനില്ല എന്ന് അവര് തീർത്ത് പറയാണ്. നോക്ക് നിങ്ങൾ ഈ നൗഷാദിന്റെ ഒക്കെ അധോഗതി ആലോചിച്ച് നോക്കാം നിങ്ങൾ. വഹാബികള് ഇവനെ മെയിൻ ചെയ്യണ്ടോ? ഇല്ല. അപ്പൊ ഇത് മാത്രമല്ല, ഇവന്റെ സംസ്കാരം എന്താന്നുള്ളത് വഹാബികൾ പോലും അന്ന് കണ്ടു. ആ വഹാബികൾ ആ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ അവനോട് പറയുന്ന നോക്കണം ഇവന്റെ സംസ്കാരം എത്രമാത്രം ദുഷിച്ചതാണെന്നുള്ളത് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതേ പണി തന്നെ അന്നും ചെയ്തത്. ഞങ്ങൾ സംവാദത്തിന് ഏറ്റെടുത്തത് ഈ നൗഷാദുമായിട്ട് ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. എന്തിനാണ് ഇവിടെ ഇരുന്നിട്ട് പോലും ഈ സഹോദരന്റെ വാപ്പായ്ക്ക് വിളിച്ച സംസ്കാരം ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. മുജീബ് ഖാന്റെ വാപ്പായ്ക്ക് ഈ നൗഷാദ് ഹസനെ വിളിക്കുക. എന്ത് സംസ്കാരമുള്ള സഹോദര? അതൊക്കെ വിളിക്കേണ്ടടുത്ത് വിളിക്കുമെന്നല്ലേ? അതൊക്കെ ഒരു മിനിറ്റ്, അതൊക്കെ വിളിക്കേണ്ടടുത്ത് വിളിക്കുമെന്ന്. ഒരു മിനിറ്റ്, ഇവിടെ വാപ്പായ്ക്ക് ഇവിടെ ഇരുന്നിട്ട് മുന്നിലിരിക്കുന്ന മുജാഹിദ് പ്രവർത്തകന്റെ വാപ്പായ്ക്ക് വിളിച്ച ഒരാൾ ബെഞ്ചിൽ അടിച്ചിട്ട് പ്രഷർ കാണിക്കുന്ന ഇങ്ങനെയുള്ള ഈ ടീമിനോട് ഞങ്ങൾ സംവാദത്തിനില്ല. കുക്കിലെ താല്പര്യമുണ്ട്. അത് നിങ്ങളുമായിട്ടാണ് ഏറ്റെടുത്തത്. നിങ്ങളോട് വരുമ്പോ എന്താ ചെയ്തത്? ആദ്യമേ വന്നപ്പോ സ്റ്റെപ്പ് കയറി വന്ന് സലാം പറഞ്ഞ് കൈ തന്ന് പോയപ്പോ ഞങ്ങൾക്ക് നല്ല ഖുഷിയായിട്ട് എന്ത് കുറച്ച് സന്തോഷമായി. എന്ത് ആവശ്യമാണ് നോക്കുമ്പോ ഈ ചങ്ങായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ചങ്ങാതിയുമായിട്ട് ഞങ്ങൾ ഇല്ല. അത് ഞങ്ങൾ പറഞ്ഞു. വേറെ ഏതാളെയും നിങ്ങൾ കൊണ്ടുവന്നോ? ഞങ്ങളുണ്ട്. ഈക്കക്കാർക്കും ഇവൻ സുന്നിയല്ല, APക്കാർക്കും ഇയാൾ സുന്നിയല്ല. സുന്നിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നൗഷാദിനെ ഈക്കക്കാരോ APക്കാരോ സുന്നിയായി അംഗീകരിക്കുന്നുണ്ടോ? ആ കുക്കിലെ നാളെ SKSFന്റെ പുറത്താവും. കുക്കിലോട് പറയട്ടെ ഔദ്യോഗികമായിട്ട്. അപ്പൊ നോക്കണ ഇവന്റെ സംസ്കാരം ഇത് ഇന്നും തന്നെ തുടങ്ങിയൊന്നല്ല. ഈ തെറി വിളിക്കല് അവിടെ ഉള്ള അയാളെ വാപ്പാക്ക വിളിച്ചു എന്നാണ് മുജാഹിദ് പ്രവർത്തകന്റെ. അപ്പൊ ഇത് ഈ AP ഭാഗത്ത് നിന്നുള്ള വിട്ടല്ലോ, അതിനുശേഷം തുടങ്ങിയ പരിപാടിയാണ്. കാരണം കുരുത്തം കെട്ട് പോയതാണല്ലോ. എന്നിട്ട് മോന അത്ര ഇവിടെ മശായിക്കിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടി മറ്റൊരാളെ വെട്ടി നിരത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഈ APക്കാരങ്ങള് എന്തോ പറഞ്ഞു എന്നുള്ളതല്ല. കക്കാട് പൈസ പറഞ്ഞാല് ഇതേമാതിരി തിരിക്കത്തേരാണ്. അത് ഇവലെ വേദിയിൽ കൊണ്ടിരുത്തിയിട്ട് മടവൂർ കോട്ടയിൽ കൊണ്ടിരുത്തിയിട്ട് ആ പ്രസംഗിച്ചതിന് മറുപടി നേരെ അയാൾ എന്താ പറഞ്ഞത്? മച്ചായിക്കന്മാര് വഴി നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ്. മറ്റുള്ളവർ അനാവശ്യം പറയരുത്, തെറി വിളിക്കരുത്, അത് പറയരുത്, തെറി. അപ്പൊ എന്താ പറഞ്ഞത്? ഞങ്ങളത് വിളിക്കും. മുജാഹിദരോട് എന്താ പറഞ്ഞത്? പാണ്ഡ്യ എന്നാക്കി വിളിക്കുന്നു. എന്നിട്ട് ഇവനത്രേ മഷായിഖിന്റെ റൂട്ടിലേക്ക് ആളെ കൊണ്ടു നടക്കുന്നത്. പക്ഷെ അതെ, ഈ മഷായിഖിന്റെ റൂട്ടിൽ കൊണ്ടു നടക്കുന്നത് നല്ല ആളാണെങ്കിൽ ഇത് ആ രീതിയിൽ വായോ. അപ്പൊ എന്നെ ഞാനടക്കം കേൾക്കും. ഇതിപ്പോ ഈ തൊള്ളി തോണിയെ മുഴുവൻ പറഞ്ഞിട്ട് എന്റെ മുഴുവൻ പരിപാടി ഈ രീതിയിലല്ലോ. ചൂടായിട്ട് നമുക്കൊക്കെ പറയാൻ അങ്ങോട്ട് പോവാണ്.